നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ തിരിച്ച് വന്ന വഴിക്കാണ് കാർ ആക്സിഡൻ്റായി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അപകടമാണ് അവിടെ വെച്ചുണ്ടായത്. എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുന്നു, എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുന്നു. ഇപ്പം ജൂലൈ 9 ആയിരുന്നു ആക്സിഡൻറ്റ് നടന്നത്. കാറിൻ്റെ കണ്ടീഷനും ഇതും കാണുമ്പോൾ അറിയാലോ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത്. ഞങ്ങൾ കാര്യം പോട്ടെ, വിനുവേട്ടന് ഓടിച്ചിരുന്ന ആൾ ആ ഒരു സൈഡാണ് ഫുൾ ആക്സിഡൻ്റ് ആയിരിക്കുന്നത്. വിനുവേട്ടൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഭയങ്കര അത്ഭുതമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം എനിക്ക് തിരിച്ച് തന്നേത് അതിന്, അങ്ങനെ വേണം പറയാനായിട്ട്. ഞാൻ ഒത്തിരി പേടിച്ചു പോയി. കുഞ്ഞുങ്ങൾ 2 പേരുണ്ടായിരുന്നു, ചേച്ചി, ഞങ്ങൾ 5 പേരുമായിരുന്നു ഉള്ളത്. എന്തായാലും എന്തോ ദൈവാനുഗ്രഹം കൊണ്ടോ പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ ആ ഒരു പ്രാർത്ഥനയും അമ്മയുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും എന്തോ ഒരു പോറൽ പോലും ഏൽക്കാതെ എന്തോ ഒരു കാവൽ പോലെ എനിക്ക് വിനുവേട്ടനെ തിരിച്ചു തന്നു. വിനുവേട്ടൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ. ഞാൻ മയങ്ങിപ്പോയി. ഞാനൊന്ന് ഉറങ്ങി ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ആക്സിഡൻറ്റ് നടക്കുന്നത്. വണ്ടി ഇങ്ങനെ റൗണ്ടിൽ കറങ്ങുന്ന കണ്ടിട്ടാണ് ഞാൻ ഉണരുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ വണ്ടി സ്റ്റോപ്പായതും പെട്ടെന്ന് ഞാൻ ചാടി ഇറങ്ങി. അപ്പോഴത്തേക്ക് ഫുള്ള് പുകയും കാര്യം. ഈ എയർ ബാഗ് വന്നിട്ട് നമുക്കിതിൻ്റെയൊന്നും എക്സ്പീരിയൻസ് ഇല്ല, ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ എയർ ബാഗ് വന്ന് അടിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ടോട്ടലി ഞാൻ പാനിക്കായി. പെട്ടെന്ന് ചാടി ഇറങ്ങി വിനുവേട്ടൻ്റെ അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് വിനുവേട്ടൻ ഫുള്ള് ബ്ലഡ് ഇങ്ങനെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന. അപ്പോൾ എനിക്ക് എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ആളുകൾ കൂടുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ആരും ഹെൽപ്പിനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പെട്ടെന്ന് ചെന്ന് വിനുവേട്ടനെ വിളിക്കുമ്പോഴും ഒന്നും വിനുവേട്ടനെ അനക്കം ഇല്ലാണ്ട് സ്റ്റക്കായിട്ടിരിക്കുക. പെട്ടെന്ന് ഡോറ് തുറക്കാൻ നോക്കി, ഡോറും ഓപ്പൺ ആവുന്നില്ല. വേഗം എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിനുവേട്ടൻ പെട്ടെന്ന് ബോധം വരുന്ന പോലെ ഇങ്ങനെ പെട്ടെന്ന് ഷേക്കായിട്ട് ചാടി ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു. നമ്മളിവിടെ ഇപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. 3 ദിവസം അഡ്മിറ്റായിരുന്നു. അപ്പം ഞാനും വിനുവേട്ടനും ഒരു റൂമിൽ, മീനുട്ടിയും ഞാനും വിനുവേട്ടനും കൂടി ഒരു റൂമിൽ. അമ്മയൊക്കെ ഉച്ചയായപ്പോഴത്തേക്ക് എത്തിയായിരുന്നു. രാവിലെ ആയിരുന്നു സംഭവം. അപ്പം ചേച്ചിയൊക്കെ അടുത്ത റൂമിലുമായിരുന്നു. ചേച്ചിക്കാണ് പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരികത്തിൻ്റെ അവിടെ സ്റ്റിച്ചുണ്ട്, പിന്നെ ആ കണ്ണിൻ്റെ മുകളിലത്തെയും കണ്ണിൻ്റെ താഴത്തെയും എല്ലിന് ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ ചേച്ചിക്കാണ് പ്രോബ്ലം ഉള്ളത്. ബാക്കി എല്ലാവർക്കും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. വിനുവേട്ടന് അവിടെ ഇവിടെയൊക്കെ ഈ എയർ ബാഗ് വന്നടിച്ചതിൻ്റെ ആ ചീള് വന്ന്, ഈ ഗ്ലാസ് പൊട്ടിയിട്ടുള്ള ചീള് വന്ന് കൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ചെറിയ ചെറിയ മുറിവുകൾ, അല്ലാണ്ട് CT സ്കാനും കാര്യവും എല്ലാം എടുത്തു. ഞങ്ങൾക്ക് 4 പേർക്ക് എടുത്തു, മീനുട്ടിക്ക് ഒഴികെ. അപ്പോൾ ഇത്രയും പേർക്കും ഒരു പ്രോബ്ലവും ഇല്ല, എല്ലാവരും ഓക്കെയാണ്. കുഞ്ഞുങ്ങളും ഓക്കെയാണ്. പക്ഷേ എല്ലാവരും ഒന്ന് പേടിച്ചു, നല്ല രീതിയിൽ പേടിച്ചു. എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട്, എനിക്ക് വിനുവേട്ടനും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീറ്റ് ബെൽറ്റ് വന്ന് കയറി ടൈറ്റ് ആയതിൻ്റെ നല്ല ബോഡി പെയിനും കാര്യം. എനിക്ക് ഉറക്കം എന്ന് പറയുന്ന കാര്യം എനിക്കില്ല. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരുന്ന അന്ന് ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുന്നത് ടാബ്ലറ്റ് ഉണ്ട്, നല്ല പെയിൻ കില്ലറിനും നമുക്ക് ഉറക്കം വരാൻ വേണ്ടിയിട്ടും ആ ഒരു ടാബ്ലറ്റ് കഴിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. ലിറ്ററലി 4ാമത്തെ ദിവസമാണ് ഞാൻ ഉറങ്ങുന്നത്. അത്രയും ദിവസം എനിക്ക് ഉറക്കമില്ല. രാത്രിയിലെല്ലാം ഞെട്ടുക, ഓരോ സൗണ്ട് കേൾക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോൾ എല്ലാം ആക്സിഡൻറ്റിൻ്റെ രംഗം തന്നെ. അങ്ങനെ ഫുള്ള് ബോഡിയൊക്കെ കയറി നീരായി, ഫേസൊക്കെ കയറി ഭയങ്കരമായിട്ട് എനിക്കങ്ങ് നീരായിരുന്നു. പിന്നെ എന്തായാലും വിനുവേട്ടനും ഫുള്ള് ബോഡി പെയിന്. അപ്പം ട്രിപ്പും കാര്യമൊക്കെ ഞങ്ങൾക്ക് ഇടുന്നുണ്ട്. അങ്ങനെ മെഡിസിനും കാര്യമൊക്കെ തരുന്നുണ്ടായിരുന്നു. CT സ്കാനിലെല്ലാം നോർമൽ ആയതുകൊണ്ട് അങ്ങനെ ഒരാശ്വാസം. പിന്നെ ഈ സീറ്റ് ബെൽറ്റ് വന്ന് ടൈറ്റ് ആയതിൻ്റെ ആണെന്ന് പറഞ്ഞു. ഈ വയറിനടിഭാഗം, നെഞ്ച് ഒക്കെ ഭയങ്കര വേദനയെന്ന് വെച്ചാൽ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഈ ഒരു ട്രിപ്പ് ഇടുമ്പോൾ മാത്രമുണ്ട് നല്ല ആശ്വാസമുള്ളത്, അല്ലാത്തപ്പോൾ ഫുൾ ടൈം വേദനയാണ്. ആ ട്രിപ്പിൻ്റെ എഫക്റ്റ് വിട്ട്, ആ ഒരു പാരസെറ്റമോളിൻ്റെയാണ് ട്രിപ്പ് ഇടുന്നത്, അതിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും വേദനയാവും. അന്നത്തെ ദിവസം ഞാൻ ഒന്നും വീഡിയോ കാര്യമോ, നമുക്ക് ആ ഒരു മാനസികാവസ്ഥയേ അല്ലായിരുന്നു. നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയത്. നമ്മൾ റൂമിലേക്ക് വന്നതിന് ശേഷം എന്നുവെച്ചാൽ CT സ്കാനിൻ്റെ റിപ്പോർട്ടും എല്ലാം വന്ന് ഡോക്ടേഴ്സിനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം നോർമലാണ്. പക്ഷെ ബോഡി പെയിൻ നമുക്ക് ഒട്ടും സഹിക്കാൻ വയ്യ, അത്ര ബോഡി പെയിൻ ആയിരുന്നു എനിക്ക്. ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പം തൊട്ടേ ഞാൻ നെഞ്ചിങ്ങനെ തപ്പിപ്പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. എന്ന് വെച്ചാൽ അത്ര എനിക്ക് നിൽക്കാനും ഒന്നും വയ്യ, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒന്നും എനിക്ക് നിൽക്കാൻ വയ്യ. ഇവരെല്ലാം ഫുള്ള് വീക്കാണ്, ഞാനേ ഉള്ളൂ അതിലൊരു കുറച്ചെങ്കിലും ഒരു ഓക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ
നടക്കാനും എടുക്കാനും ഒക്കെ വേദനയായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്തായാലും മെഡിസിനും, പിന്നെ അതുപോലെ എനിക്ക് പനി സ്റ്റാർട്ട് ചെയ്തു, പേടിച്ചിട്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പനിയും ഉണ്ടായിരുന്നു, പനിയും പെട്ടെന്ന് സ്റ്റാർട്ടായി. അപ്പോൾ അങ്ങനെ മെഡിസിൻ എല്ലാം ചെയ്യാം, 2 ദിവസം എന്തായാലും അഡ്മിറ്റ് ആവും, കണ്ടീഷൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ അഡ്മിറ്റ് ആക്കിയത്. അത് വലിയ ഉപകാരമായി, കാരണം പിറ്റേന്നായപ്പോഴത്തേക്ക് എനിക്ക് ഷിവറിങ്ങും കാര്യമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പനിയൊക്കെ കൂടിയായിരുന്നു. പിന്നെ ദേ മീനുട്ടിയൊക്കെ എന്താ പറയുന്നത്, മീനുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. മോൻ വലിയ കുഴപ്പമില്ലായിരുന്നു, മോനെ ഇറങ്ങിയപ്പോഴേ വൊമിറ്റ് ചെയ്തു. അപ്പം നമുക്ക് നല്ല രീതിയിൽ പേടിച്ച് എന്ത് പറ്റിയതാണെന്ന്. പക്ഷേ ആ ഒരു എയർ ബാഗിൻ്റെ ഒക്കെ സ്മെല്ലും കാര്യമൊക്കെ കൊണ്ടാണ് മോനെ വൊമിറ്റ് ചെയ്തത്. അതായത് ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പ് ഇട്ട് കിടക്കുവാണ്, ഇത് അമ്മ എടുത്ത വീഡിയോ ആണ്. എന്താ പറയുന്നത്, എൻ്റെ ബോഡിയൊക്കെ ഫുള്ള് നീരായി, ഫേസും ഒക്കെ ഭയങ്കരമായിട്ട് ബൾജായ പോലെ എന്തോ ഇങ്ങനെ ഭയങ്കരമായിട്ട് വീർത്തിരിക്കുകയായിരുന്നു. ഉറക്കമില്ലല്ലോ, ഉറങ്ങാത്തതിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. കാരണം പിറ്റേ ദിവസം ഇവിടെ വീട്ടിൽ വന്ന് നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മൈൻഡും ബോഡിയും ഒക്കെ ഓക്കെ ആയി. പെയിന് ഒരു 2 ആഴ്ച ആവാറായപ്പോഴാണ് വേദനയൊക്കെ മാറിയത്. അതുവരെ നല്ല വേദനയായിരുന്നു. പിന്നെ ട്രിപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇത് 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസം നമ്മൾ ഡിസ്ചാർജ് ചെയ്യുവാണ്. ഇപ്പോൾ വിനുവേട്ടൻ്റെ ക്യാനുലയും കാര്യങ്ങളും എല്ലാം ഊരുവാണ്. പിന്നെ മെഡിസിനും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു, എല്ലാം പോയി വാങ്ങിച്ചാൽ മതിയായിരുന്നു, നമ്മൾ വാങ്ങിയിട്ട് ഇങ്ങ് പോന്നാൽ മതിയായിരുന്നു. അപ്പോൾ ചേച്ചിയും ഒക്കെ അപ്പുറത്തെ റൂമിൽ, അപ്പോൾ ചേച്ചിക്കും ഇതുപോലെ തന്നെ റിവ്യൂവിന് വരണം, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വണ്ടി എങ്ങനെയെങ്കിലും, നമ്മളെല്ലാം ഓക്കെ ആയി, പിന്നെ ഇനി വണ്ടിയാണ് ഇനി എനിക്ക് കാണണ്ടേ. എന്നുവെച്ചാൽ അത്ര ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. അതുപോലെ നമ്മൾ അവനെ അത്ര കെയർ ചെയ്തും അതുപോലാണ് വിനുവേട്ടൻ നോക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എല്ലാവരും പറയും സ്വിഫ്റ്റ് വലിയ എന്താ പറയുന്നത്, സ്വിഫ്റ്റ് കാറായിരുന്നു നമ്മുടേത്. അപ്പോൾ അത് വലിയ സ്ട്രോങ് ഒന്നും അല്ല ബോഡി, അങ്ങനെ പറയും. എന്തായാലും നമ്മളെ ജീവൻ രക്ഷിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. വിനുവിൻ്റെ കാലിനൊക്കെ ഒരു പോറൽ പോലും ഇല്ലാതെ എനിക്ക് തിരിച്ച് തന്നത്. ഞങ്ങൾ ബാക്കി ഓക്കെ വിട്ടരും, ഞങ്ങളുടെ സൈഡിൽ പ്രോബ്ലം വെച്ചില്ല, വിനുവിൻ്റെ സൈഡാണ് ആക്സിഡൻ്റ് ആയത്. അപ്പം നമുക്ക് ഇത് തടിലോറിയായിട്ടായിരുന്നു ഇടിച്ചത്. അപ്പോൾ തടിലോറിയായിട്ട് ഇടിക്കുന്ന ഇടിയെന്ന് പറയുമ്പം നിസ്സാരമല്ലല്ലോ. അപ്പം എന്തായാലും ഞങ്ങൾക്ക് തിരിച്ചു തന്നതാണ് അവൻ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ. അപ്പം അവനെ കാണാനായിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ, പിന്നെ അതുമല്ല നമുക്ക് ഇൻഷുറൻസുകാർ ഇൻഷുറൻസ് അല്ല മറ്റേ ഇത് വണ്ടി ഷോറൂമിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അവർ റിക്കവറിക്കാർ വന്നെല്ലാം വണ്ടി എടുത്തിട്ട് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യമൊക്കെ കൊടുക്കാനും എല്ലാം സൈൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ പോകണമായിരുന്നു. അപ്പം നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവിടേക്കാണ് പോയത്. എനിക്ക് 2 പ്രാവശ്യം ക്യാൻഡിലൊക്കെ കുത്തേണ്ടി വന്നു, ഒന്ന് കയറി ബൾജ് ആവുകയൊക്കെ ചെയ്തു. പിന്നെ അതും ഭയങ്കര ടാസ്ക്കായിരുന്നു. ഒത്തിരി കുത്ത് കിട്ടി, ബോഡി ഫുള്ള് വീക്കായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും ഒത്തിരി കുത്തും കാര്യമൊക്കെ കിട്ടി. പിന്നെ ഞങ്ങളുടെ റൂമിൽ നിന്ന് മാറിയിട്ട് ചേച്ചിയുടെ റൂമിലോട്ട് വന്നു. എന്ന് വെച്ചാൽ 2 റൂമും കൂടെ ഒന്നിച്ച് നമ്മൾ വേക്കൻ്റ് ആവുന്നതിന് മുമ്പേ കുറച്ച് ടൈം എടുത്തായിരുന്നു അതിൻ്റെ പേർപ്പസും കാര്യമൊക്കെ ബില്ലും ഒക്കെ സെറ്റിലായി വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ റൂമിലോട്ട് മാറി, ചേച്ചിയുടെ റൂമിലോട്ട് മാറി. അപ്പോൾ അവർക്ക് മറ്റേ റൂം ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊടുക്കാമല്ലോ. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ നേരെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു, നേരെ ഷോറൂമിലോട്ടാണ് വന്നത്. അവൻ്റെ കണ്ടീഷൻ കണ്ടോ, പിന്നെ അവനെ റെഡിയാക്കി എടുക്കാൻ പറ്റും, ടോട്ടൽ ലോസ് അല്ല എന്ന് അറിഞ്ഞപ്പോഴാണ് സമാധാനമായത്. ഇതായിരുന്നു അവൻ്റെ അവസ്ഥ. വേഗം അവനെ റെഡിയാക്കി കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.